കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സാജു ബ്രദർ, പാസ്റ്റർ, അതുപോലെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തു വന്ദനം ചൊല്ലുന്നു. എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥനയെ പ്രത്യേകമായി ചോദിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളോട് ചില ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങൾ സംസാരിപ്പാനുണ്ട്. അത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിലെ ചില മേഖലകളെ ടച്ച് ചെയ്യുവാനും നമ്മുടേതായ ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുവാനും ഇന്നത്തെ വേദ ഭാഗങ്ങൾ തീർച്ചയായും സഹായിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോട് ഇടപെടണം. പരിശുദ്ധാത്മാവ് എന്ത് ഉദ്ദേശിച്ചോ ആ ഒരു വചന സത്യം നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥനയെ ഞാൻ ഓരോരുത്തരോടും അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ പലരും രോഗികളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെതായ മാറ്റമില്ലാത്ത വചനം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെതായ ആ സൗഖ്യത്തിൻ്റെതായ കരം നമ്മളോട് ഓരോരുത്തരെയും തൊട്ട് സൗഖ്യമാക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ ആ ഒരു പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസം യഥാർത്ഥമായി ദൈവം ഉദ്ദേശിക്കുന്ന തലത്തിലോട്ട് എത്തിപ്പറ്റി നമ്മൾക്ക് രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഉത്തരം അത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ഒരു പ്രോമിസാണ്, നമ്മുടെ ഒരു പ്രിവിലേജാണ്. അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ഹല്ലേലൂയ. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും ദൈവം നമ്മളെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമുക്ക് അധികം മുഖവരയില്ലാതെ നമ്മുടെ വചന ഭാഗത്തിലോട്ട് കടക്കാം. അതിനുവേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പേ ചർച്ചിൽ 23-ാം സങ്കീർത്തനം വായിച്ചായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടെ ഫർദർ ലെവലിലോട്ടുള്ള ചില എക്സ്പ്ലനേഷനും പിന്നെ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ സാറ്റർഡേ എൻ്റെ ടെസ്റ്റിമണി ആയിട്ട് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചായിരുന്നു. അതിൻ്റെ കുറച്ച് ഫർദർ ലെവലിലോട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ നോക്കിക്കാണുവാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വേദഭാഗം അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വരും. അതിനു മുമ്പേ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഇടയന് വേണ്ടി അവിടെ വാതില് തുറന്നു കൊടുക്കുന്നൊരവസ്ഥയാണ്. അതിന് മുമ്പത്തെ 3-ാം വാക്യം വായിച്ചാൽ, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം. അപ്പോൾ ഈ ക്രിസ്ത്യൻ ലൈഫിലെ പല ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങൾ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിസ്റ്റത്തിലോട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കവനൻറ്റിൽ ഏർപ്പെടുന്നതെന്ന് പറയുന്നത് ആ നല്ല ഇടയന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് പ്രൈമറി സ്റ്റെപ്പ്. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ക്രിസ്ത്യൻ ലൈഫ് തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ക്രിസ്ത്യൻ ലൈഫിനെ കുറച്ചുകൂടെ സൂക്ഷ്മമായി നമ്മൾ നോക്കി കാണാൻ പോകുന്നു.
ഞാനൊക്കെ പണ്ട് വിചാരിച്ചിരുന്നത്, വൺസ് നമ്മുടെ ലൈഫ് അങ്ങ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് രക്ഷിക്കപ്പെടുക, അതിൻ്റെതായ നമ്മുടെ കണ്ടിന്യൂവേഷൻ അനുസരിച്ചുള്ള സ്നാനപ്പെടൽ, ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കൽ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഒരു ഒരു കൺസെപ്റ്റാണ്. പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ കിടപ്പ് അങ്ങനെയല്ല. നമ്മൾ അത് ഇന്ന് കറക്റ്റായിട്ട് ബിബ്ലിക്കലി ഡീറ്റെയിൽഡായിട്ട് അതിനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പഠിക്കാൻ പോവാം. ഇത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കത് അറിയണം. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതിന് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം, ആത്മീയ പരിജ്ഞാനവും അതുപോലെ തന്നെ ആ ഇൻഫർമേഷൻ നമ്മുടെ ഭൗതികമായ തലത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായ തലത്തിൽ, ഹൃദയത്തിന്റെ തലത്തിൽ, നമ്മുടെ ഈ ഈ ബോധമണ്ഡലത്തിലും ഭൗമിക മണ്ഡലങ്ങളിലും നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള ഒരു അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോ ഈ യേശുവിന് വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ളത് മിക്കവാറും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെടുന്ന അവസ്ഥ, യഥാർത്ഥമായി യേശുവിനെ നമ്മുടെ കൺട്രോൾ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അതും ഞാൻ വളരെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്കൊരു ബോഡിയുണ്ട്, സോളുണ്ട്, സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിനെ ആ യേശുവാകുന്ന വാതിലിലൂടെ കടത്തിവിട്ട കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടായിരുന്നു. ശരിക്കും ആ ഒരു അവസ്ഥ, അതായത് നമ്മുടെ സ്പിരിറ്റിനെ യേശുവിന്റെ കയ്യിലോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ശരിക്കും ഹൃദയംഗമായി കൊടുക്കുകയാണെങ്കിൽ, അവൻ നമ്മുടെ സ്പിരിറ്റ് അങ്ങോട്ടും പോകും, അവന്റെ സ്പിരിറ്റ് ഇങ്ങോട്ടും വരും. നമുക്ക് അറിയാൻ പറ്റും, അത് ശരിക്കും അറിയാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഉള്ളിൽ ഒരു സമാധാനം വരുന്നത്. എൻ്റെ പാപം ക്ഷമിച്ചു, എനിക്കൊരു ആശ്വാസം വരുന്നത്. ഈ പിന്മാരത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെ വരും, യഥാർത്ഥമായ കൺഫെഷൻ ആണെങ്കിൽ. അതൊരു പ്രൈമറി സ്റ്റെപ്പാണ്. ഈ ക്രിസ്ത്യൻ ലൈഫിന്റെ ആ പ്രൈമറി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും അതിനുശേഷമുള്ള ഘട്ടങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാടിന്റെ വ്യക്തത ഇല്ലായ്മ, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഫർദർ റെവലേഷൻ ഇല്ലായ്മ ഒക്കെ സ്വാഭാവികമാണ്. ദൈവം ഇതെനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് എനിക്കും അതിൻ്റെതായ യഥാർത്ഥമായ ഒരു പ്രകാശനം ലഭിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിനെ ദൈവം ഒരു പ്രത്യേകമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ദൈവികമായ ചില പദ്ധതികൾ നമ്മുടെ ലൈഫിലൂടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നേടിയെടുക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നമ്മൾ യഥാർത്ഥമായ ആ നിത്യരാജ്യത്തോട് ചേർന്ന് പണിയപ്പെടുന്നതിന്റെ കൂട്ടത്തില് നമ്മളിൽ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും എക്സിക്യൂട്ട് ആവാനുണ്ട്, പല കാര്യങ്ങൾ അക്കോംപ്ലിഷ് ആകാനുണ്ട്. നമ്മൾ ഏൽപ്പിച്ച നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്ത് തീരുവാനുണ്ട്. അല്ലേ? ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മൂന്നാം വാക്യം കൂടെ ഞാൻ കവർ ചെയ്ത് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോ വൺസ് നമ്മൾ യേശുവിനെ യഥാർത്ഥമായി ഇടയനായിട്ട് വാതിൽ തുറന്നു കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നു, ആടുകൾ തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരാൾ ക്രിസ്ത്യൻ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത പടി ദൈവത്തിന്, അല്ലെങ്കിൽ യേശുവിന്, ഈ വ്യക്തിയും അല്ലെങ്കിൽ അവന്റെ കോളിങ്ങിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഈ വ്യക്തിക്ക് കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇടയൻ അവനോട് സംസാരിക്കും.
അതായത് ഞാൻ യാദൃച്ഛികമായി വന്നു പെട്ടൊരു ഇടപാടല്ല, പകരം എന്നെ പേർ ചൊല്ലി വിളിച്ചതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കലാണ് ദൈവത്തിന്റെ അടുത്ത ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം. കാരണം വെച്ചാൽ ഇവൻ അതിനെക്കുറിച്ച് ഒത്ര അറിവില്ല, അവൻ പുതിയതായിട്ട് വരുന്ന ആളല്ലേ, ഇവൻ അതിനെക്കുറിച്ച് അറിവില്ല. പക്ഷേ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ഇടയനായി, അവന്റെ നാഥനായി പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്ത പടി ഈ ദൈവം, ഇവനെ വിളിച്ച ദൈവം, ഇവനെ ഈ ഒരു പാതയിലോട്ട് അടുപ്പിച്ച ദൈവം ജീവനുള്ള ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്, ശക്തനായ ദൈവമാണെന്നൊക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് ഈ വിശ്വാസ ജീവിതത്തിന്റെ തുടക്ക സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പല അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ചിലർ രോഗസൗഖ്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും യേശുവിന്റെ സന്നിധിയിൽ വരുന്നത് തന്നെ. പലപ്പോഴും പല വലിയ വിടുതലിന്റെ സാക്ഷ്യം ആ സമയങ്ങളിലൊക്കെ ദൈവം വളരെ ഈസി ആയിട്ട്, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കും. അതായത് ആ സമയത്ത് ദൈവത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, യെസ്, ഞാൻ ജീവനുള്ള ദൈവം എന്ന് ഇവന് തോന്നണം, അല്ലെങ്കിൽ ഇവനെ വിശ്വസിക്കണം, മനസ്സിലാവണം. അതിനുവേണ്ടി ദൈവം ഇവന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പ്രവർത്തിക്കും, അല്ലേ? അപ്പം ഒരു വ്യക്തിക്ക് ഉടൻ തന്നെ അധിക സമയം പോകാതെ തന്നെ മനസ്സിലാകും, അതെ, ഞാൻ വെറുതെ വന്നതല്ല, അവൻ എന്നെ വിളിച്ചിട്ട് വന്നതാണ് എന്നുള്ളൊരു ഉറപ്പ് ആ വ്യക്തിക്ക് ഉണ്ടാകും. അതെ. അപ്പൊ അവിടെ എഴുതിയേക്കുന്നത് വെച്ചാല്, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തോണ്ട് പോകുന്നു. അപ്പൊ അതിനു മുമ്പേ അവിടെ എഴുതിയേക്കുന്നത് എന്താണ്? ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള ഒരു കൺവിക്ഷന് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഒന്ന്, ഈ തൊഴുത്തിനകത്തായിരിക്കുമ്പോൾ തന്നെ ഇവനെ പ്രത്യേകിച്ച് ഒരു കമ്മീഷനിലോട്ടൊന്നും ആക്കിയിട്ടില്ല, ഈ തൊഴുത്തിൽ തന്നെയാണ് ആള്. പക്ഷേ ആ തൊഴുത്തിൽ വെച്ച് തന്നെ ആ ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ഒരാട്, ഹല്ലേലൂയ, ആ കേട്ട ആ ശബ്ദത്തിൽ നിന്ന് ഈ പറഞ്ഞ ആടിന് മനസ്സിലാകുന്നു, യെസ്, എനിക്ക് ചില അസൈൻമെന്റ്സ് ഉണ്ട്, എനിക്ക് ചില ടാസ്ക് ഉണ്ട്, പല പല വചന സത്യങ്ങളും വചനത്തിന്റെ കാര്യങ്ങളും ഈ ഇടയൻ ഈ ആടിന് പറഞ്ഞു കൊടുക്കുകയും യഥാർത്ഥമായ, യെസ്, ജീവനുള്ള ആ ദൈവം, ആ യേശു ആണെന്ന് ഈ ആടിനെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ വചനം കേൾക്കുന്നതിലൂടെയും ആ ആട് അല്ലെങ്കിൽ ഈ ഇടയനെ കേൾക്കുന്നതിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ കേൾവി ഇമ്പോർട്ടൻ്റാ, അത് എപ്പോഴും ഇമ്പോർട്ടൻ്റാ, ആ തുടക്കം മുതലേ ഇമ്പോർട്ടൻ്റാ. ഹല്ലേലൂയ. അപ്പോ ഒരാൾ എങ്ങനെയൊക്കെ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊക്കെ ഈ വിശ്വാസ കുടുംബത്തിലുള്ളവരുടെ കാര്യത്തിലൊക്കെയാണ് ആ വലിയ പ്രശ്നങ്ങൾ വലിയ വരുന്നത്. അല്ലാതെ ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിലൂടെ വരുന്നവർക്ക് ആ ഒരു അത്രയും പ്രശ്നമില്ല. പക്ഷെ വിശ്വാസ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ നമ്മൾ മാതാപിതാക്കൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അതിന്റെ ഓരോ ഘട്ടങ്ങൾ അവരത്, അതായത് അവരെ പിടിച്ചാൽ കിട്ടുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഹല്ലേലൂയ. കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് അറിയണം ഞാൻ ഏത് ഘട്ടത്തിലാണെന്ന്, എപ്പോഴും അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പോകാനുണ്ടെന്നെങ്കിലും അവർക്ക് മനസ്സിലാവണം. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മൾ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പലപ്പോഴും നമ്മൾ എടുത്ത് അതിന്റെ പ്രൈമറി സ്റ്റെപ്പായിട്ട് പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കൂടുതലായിട്ട് അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അടുത്ത 4-ാം വാക്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വൺസ് ഈ തൊഴുത്തിൽ ആയിരിക്കുമ്പോൾ കേട്ട് വചനങ്ങൾ പഠിച്ച് ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കി, ആമേൻ, എന്തിനാണെന്ന് വെച്ചാൽ ഈ തൊഴുത്തിൽ നിന്ന് പുറത്ത് കടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലേ? ഈ തൊഴുത്തിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാനല്ല വിളിച്ചത്.
അല്ലെങ്കിൽ ആ സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ, അല്ലെങ്കിൽ ആ ഈ അറിഞ്ഞത്, അല്ലെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചത്, വേർതിരിച്ചത്, വ്യക്തമായ ചില ഉദ്ദേശം ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഓൾ ഓഫ് എ സഡൻ നമ്മളെ ആ ഒരു പരിപാടിയിലോട്ട് ദൈവം ഒരിക്കലും മാറ്റത്തില്ല. അതിനൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കും, നമ്മളെ പ്രാപ്തമാക്കും. ഹല്ലേലൂയ. അപ്പൊ ആ തൊഴുത്തിലിരിക്കുമ്പോൾ തന്നെ കേട്ടു തുടങ്ങണം. തൊഴുത്തിലിരിക്കുമ്പോൾ തന്നെ ഈ ഇടയനെ കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ അടുത്ത ലെവലിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കേൾവി വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെ ടു വേ കമ്മ്യൂണിക്കേഷൻ ദൈവവുമായിട്ടുള്ള സിസ്റ്റം തുടക്കം മുതലേ നമുക്ക് വേണ്ടതാണ്. ഹല്ലേലൂയ. അതൊരു എക്സ്ട്രാ ഓർഡിനറി സ്പിരിച്വാലിറ്റി ഒന്നുമല്ല, മിനിമം ബേസിക് മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. നമുക്ക് ഉറപ്പായിട്ടും യെസ് ആമൻ ഇടയനെ കേൾക്കാൻ പറ്റണം. ഹല്ലേലൂയ. അപ്പോ തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കും. അപ്പോ ഈ നമ്മുടെ ഞാൻ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് നമ്മുടെ കോട്ടേജ് മീറ്റിങ്ങിനാന്ന് തോന്നുന്നു ഞാനിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, ഈ ശിഷ്യന്മാര് യേശുവിനോട് കൂടെ ആയിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ തൊഴുത്തിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത് ഇവരെ പല കാര്യങ്ങളെ പഠിപ്പിച്ച്, യേശു കൂടെ നിർത്തി പഠിപ്പിച്ച്, പേർ ചൊല്ലി വിളിച്ച് ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഹല്ലേലൂയ അവരെ അസൈൻ ചെയ്തിട്ടാണ് ഹല്ലേലൂയ ശരിക്കും പറഞ്ഞാൽ യേശു ക്രൂശ് മരണത്തിലോട്ടും അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പോകുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി ശരിക്കും തന്നെ നമുക്ക് മനസ്സിലാവണം. ഹല്ലേലൂയ. ഇനി പഴയ നിയമത്തിലാണെങ്കിലും നമുക്ക് അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഇലിസ്ട്രേഷന് വേണ്ടി അല്ല ന്യായവിധന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കാം. ന്യായാധിപന്മാർ 1:1 മുതൽ താഴോട്ട്. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം നമുക്കറിയാം, ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം. യോശുവയുടെ മരണശേഷം, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് കനാൻ ദേശത്ത് എത്തി. ഇനി ഈ കനാനെ അവിടുന്ന് പുകച്ച് പുറത്തെ അടിക്കുക എന്നുള്ള ടാസ്ക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ അതിനു മുമ്പേ ഈ യോശുവയുടെ പുസ്തകത്തില് യോശുവയുടെ മരണത്തിന് മുമ്പ് യോശുവ ഇവരെ വിളിച്ച് ഒന്നുകൂടെ ഈ പറഞ്ഞ എല്ലാ 24-ാം അധ്യായമൊക്കെ ഞാൻ വായിപ്പിക്കുന്നില്ല, നമുക്ക് അറിയാം എന്ന് തോന്നുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളെയും വിളിച്ച് അബ്രഹാം മുതലുള്ള ആ ഹിസ്റ്ററി ഒന്നുകൂടെ ഓർപ്പിച്ച് എല്ലാം റെഡിയാക്കി എല്ലാം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ടാണ് യോശുവയുടെ ജീവിതം അല്ലെങ്കിൽ അത് എൻഡാകുന്നത്. ഹല്ലേലൂയ. അതായത് അത്ര ഉറപ്പ്, അതായത് അവരെ ഉറപ്പിക്കുന്ന സംഭവം നോക്കണേ, വേറെ ഒരു സാധനമല്ല ഉറപ്പിക്കുന്നത്. ദൈവം എന്തിനാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, എന്തായിരുന്നു ആ ഒരു യാത്ര, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ ഒരു വ്യക്തമായ ആ ഒരു ടാസ്ക് ഏൽപ്പിച്ചിട്ടാണ് യോശുവയുടെ ആ ഒരു കാലം കഴിയുന്നത്. ഹല്ലേലൂയ. ആ 24-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, യോശുവയുടെ അവസാന അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പോഴും അവിടുത്തെ രീതി നോക്കിക്കേ. അപ്പൊ ഞാൻ ഇതിന് നമ്മുടെ ഈ പറഞ്ഞ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലെ 4-ാം വാക്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആ സമയത്ത് ഇസ്രായേൽ മക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അവരിപ്പോൾ ഒരു തൊഴുത്തിന്റെ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ പുതിയ ജനറലി ആ സമയത്തെ പഴയ ആൾക്കാരൊക്കെ പോയി. അതായത് ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് പഴയ ആൾക്കാരാരുമില്ല. അദ്ദേഹം ഉള്ള പിന്നെ യോശുവയാണ്. യോശുവ മരിക്കുന്നു. അതിനുശേഷം കാലേബും
അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ കാലേബിന്റെ സമയവും കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് ആ ഇസ്രായേൽ മക്കൾ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ആ സമയത്തും. അപ്പൊ ആ സമയത്ത് ഇസ്രായേൽ മക്കളുടെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ, അവർ ആ തൊഴുത്തിൽ നിന്ന് ഒരു പുതിയ ഒരു പുറത്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ആമേൻ. നേരത്തെ ഒരു തൊഴുത്തിൽപ്പെട്ട അവസ്ഥയാണ്. ആ തൊഴുത്തിൽ കൂടെ എങ്ങനെ അത് ഈ പറഞ്ഞ ആ സമയത്ത് നടത്താൻ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. യോശുവ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് മോശ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേകമായ, അവരെ സംബന്ധിച്ച് അതൊരു വേറൊരു ഒരു ചാനലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊരു തൊഴുത്തിന്റെ അവസ്ഥയാണ്. അപ്പോൾ ആ തൊഴുത്തിന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വന്നു. അവർ ആ തൊഴുത്തിൽ നിന്ന് പുറത്തു വന്നു. ഹല്ലേലൂയ. പുറത്തു വന്നിട്ട് ആദ്യത്തെ തന്നെ അവരുടെ ഒരു ടാസ്ക്, അല്ലെങ്കിൽ അവര് അവിടെ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് അവർ നോക്കുന്നതിന്റെ രീതി നോക്കിക്കേ. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. ഇവിടെ കണ്ടില്ലേ, ശരിക്കും ഈ യഥാർത്ഥമായ ഇസ്രായേൽ എന്ത് ചെയ്യണമോ അങ്ങനെ തന്നെ അവർ ചെയ്തത്. ഹല്ലേലൂയ. അതായത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എന്താ വായിച്ചേ? തനിക്ക് അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന എന്തായിരുന്നു? തനിക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അപ്പോ ഈ കനാന്യരോട് യുദ്ധം ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ആര് യുദ്ധം ചെയ്യണം, ആദ്യം ആരാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവരല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യണത്? റൈറ്റ് മെത്തേഡ് അവർ ചെയ്ത് അവർ യഹോവയോട് അരുളപ്പാട് ചോദിക്കുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഈ തൊഴുത്ത് കഴിഞ്ഞിട്ട് പുറത്തു പോയ ശേഷം, ഹല്ലേലൂയ. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, നമുക്ക് പല മിഷണറിമാരുടെ ഒക്കെ ലൈഫ് നമുക്ക് കേൾക്കാം, നമുക്കറിയാം. അവരൊക്കെ ഓരോ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ട് ആണ് ഓരോ ടാസ്ക് ചെയ്യുന്നത്. ഓരോ സ്ഥലത്ത്, ഓരോ കാടുകളിൽ, ഓരോ മേടുകളിൽ, ഓരോ സ്ഥലത്ത് അവരുടെ സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി അവര് സുവിശേഷം അറിയിക്കാൻ പോയത് ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ടാണ്, ദൈവത്തിന്റെ ശബ്ദമായിട്ടിട്ടാണ്, ദൈവത്തെ അറിഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. ഓരോ ടാസ്ക് ചെയ്യുവാൻ അവർ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ എവിടെ ചെയ്തിട്ടുണ്ടോ അവിടെ ഉത്തരവും അവിടെ റിസൾട്ടും കണ്ടേ പറ്റൂ. അതാണ് ദൈവത്തിന്റെ സിസ്റ്റം. അങ്ങനെ അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവർ യഥാർത്ഥമായി ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു, ദൈവം വ്യക്തമായ അരുളപ്പാട് കൊടുക്കുകയും ചെയ്തു. അവരത് യഹൂദ പോയി ആ കാര്യങ്ങൾ എല്ലാം, അതായത് ആ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയും ചെയ്തു, വിൻ ചെയ്യുകയും ചെയ്തു, ജയിക്കുകയും ചെയ്തു. അതിനുശേഷം ഇനിയാണ് അതിനകത്ത് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ യോഹന്നാന്റെ സുവിശേഷം ഈ 10-ന്റെ 4-ാം വാക്യത്തിലെ നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ, വൺസ് ഈ തൊഴുത്തിൽ നിന്ന് പുറത്തായ ശേഷം ഈ ആട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും, അതായത് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാത്ത, നമ്മുടെ ഈ ആട് സ്വന്തം രീതിയിലല്ല പോണ്ടത്. ഇടയൻ മുന്നേ പോണം. ഇടയന്റെ വാലായിട്ട്, ഇടയന്റെ ജസ്റ്റ് ഫോളോ ആയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ തെറ്റിപ്പോ. സ്വന്തം ഐഡിയയിൽ ഇട്ടാൽ തെറ്റിപ്പോ. ഞാൻ അതിൽ നിന്നിപ്പം പ്രൂവ് ചെയ്തു തരാം. എവിടെയാ പ്രശ്നം? ക്രിസ്ത്യൻ ലൈഫിലെ പ്രശ്നം എവിടെയാ കാണുന്നത് വെച്ചാൽ അറിയാവോ? ഹല്ലേലൂയ. ഒന്ന്, ഈ ഏതായാലും ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിൽ, അതിന് മുമ്പുള്ള സീനിയേഴ്സ് ഒക്കെ ആകുമ്പോൾ ആദ്യത്തെ സെക്ഷൻ ഓക്കെ ആയിരുന്നു. അതായത് വൺസ് വിളി കേട്ടിട്ട് തന്നെ ഇറങ്ങിയ. പിന്നീടുള്ള ഈ പുതിയ തലമുറകളിലെ പിള്ളേർ വരുമ്പോഴാണ് വിളിയുടെ കാര്യം പോലും ഉറപ്പില്ല. പക്ഷെ ഈ വിളി കേട്ടാലും അടുത്ത ഈ തൊഴുത്ത് എന്നുള്ള കൺസെപ്റ്റിൽ, ഈ തൊഴുത്തിൽ എത്രത്തോളം ഈ ദൈവത്തെ കേൾക്കുന്നുണ്ട്, ഒരു മിഷനിലോട്ട്, ഒരു കമ്മീഷനിലോട്ട് ആള് റെഡിയാണോ, ഇറങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇറക്കുന്ന രീതിയിലാകുന്നുണ്ടോ, ആ ഒരു ലെവലിലോട്ട് ആകണമെങ്കിൽ ശരിക്കും തൊഴുത്തിലിരിക്കുമ്പോൾ തന്നെ ഇടയനെ കേൾക്കണം. തൊഴുത്തിലിരിക്കുമ്പോൾ തന്നെ എന്താണ് ഇടയന്റെ ടാസ്ക്, എന്താണ് ഇടയൻ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്, എന്താണ് പേർ ചൊല്ലി വിളിച്ച ഒരു ഉറപ്പുണ്ടെങ്കിൽ അടുത്തിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇനി ഇറങ്ങിയാൽ തന്നെ
അടുത്ത സംഭവം ആ ഇറങ്ങിയ ഉള്ള എന്താണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇവര് ഒരു തൊഴുത്തിലായിരുന്നു, അവരെ അടുത്തൊരു സെക്ഷനിലോട്ട് ഇറക്കും, ലീഡേഴ്സ് ആരും ഇല്ല. ഒരു ഒരു അടുത്തൊരു ടാസ്ക് വന്നപ്പോൾ അവർ ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു, ദൈവം അവരോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അവർ ജയിച്ചു, അവർ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഈ ന്യായാധിപന്മാർ പുസ്തകം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പറ്റിയ പ്രശ്നവും ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചതുപോലെ ശിഷ്യന്മാർക്ക് പറ്റിയ പ്രശ്നവും തമ്മിൽ ഒത്തിരി സിമിലാരിറ്റി ഉണ്ട് അവിടെ. ഹല്ലേലൂയ. ഇനി ഈ ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ 1-ാം അധ്യായത്തില് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ 28-ാം വാക്യം ഒന്ന് നോക്കിയേ. എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിച്ചു. എഫ്രൈം ഗേസരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗേസരിൽ അവരുടെ ഇടയിൽ പാർത്തു. സെബുലൂൻ കിത്രോനിലും സോറി, ഞാൻ അത്ര ഹെൽത്ത് ഓക്കെ ആയിട്ട് ഇങ്ങനെ ആയി വരണുള്ളൂ. 30-ാം വാക്യം ആരെങ്കിലും അന്ന് വായിക്കാൻ പറ്റുമോ? ന്യായാധിപന്മാർ 1-ാം അധ്യായം 30 മുതൽ താഴോട്ട്. സെബൂലിൽ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കി കളഞ്ഞില്ല. കനാന്യർ ഊഴിയ വേലക്കാരായി തീർന്ന അവരുടെ ഇടയിൽ പാർത്തു. ആശേർ അക്കോവിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ അശേര്യർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബേത്ത്ശേമെശിലും ബേതനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. എന്നാൽ ബേത്ത്ശേമെശിലെയും ബേതനാത്തിന്റെയും നിവാസികൾ അവർക്ക് ഊഴിയ വേലക്കാരായി തീർന്നു. അമോര്യർ താൻ മക്കളെ നീക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹർഹേരസിലും അയ്യോനോലിലും ഷാൽബീമിലും പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ യോസെഫിന്റെ ഗ്രഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയ വേലക്കാരാക്കി തീർത്തു. അമ്മോന്യരുടെ അതിർ അക്രബിയും കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. മതി. ഇവിടെ നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ കഴിയും. ഇവിടെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിച്ചു. ഇവിടെ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ, ശരിക്കും പറഞ്ഞാൽ ബലം കൂടിയപ്പോൾ വളരെ എളുപ്പമല്ല ഇവരെ നീക്കിക്കളയാൻ. പക്ഷെ അവരത് ചെയ്തില്ല. പകരം അവരുടെ ബുദ്ധി പ്രയോഗിപ്പിക്കുകയാണ്. അതായത് എന്തിനാ ഇവരെ നീക്കിക്കളയണം? പകരം ഇവരെ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ അടിമയായിട്ടിരിക്കട്ടെ, അടിമയായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ ജോലിക്കാരായിട്ട് ഇവരെ ഉപയോഗിക്കാമല്ലോ. ശരിയല്ലേ? അങ്ങനെയല്ലേ ഇവിടെ സംഭവം? അവിടെ അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. അതായത് ഈസി ആയിട്ട് ഇവരെ ബലം കൂടിയപ്പോൾ എന്നാണ് പറയണത്. ഈസി ആയിട്ട് നീക്കിക്കളയണമെന്നായിരുന്നു കൽപ്പന. ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്തിരുന്നായിരുന്നു കൽപ്പന. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിലെ ശ്രദ്ധിക്കേണ്ട ഘട്ടങ്ങൾ. ഹല്ലേലൂയ. തൊഴുത്തിൽ നിന്ന് വിട്ട് പുറത്തു പോയ ശേഷം ദൈവം എന്തു പറയുന്നോ അല്ലെങ്കിൽ അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അതിബുദ്ധി ഉപയോഗിച്ച, നമ്മുടെ എക്സ്പെഷ്യലി ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങളെ ഓടിക്കാൻ വേണ്ടി നമ്മൾ അതിബുദ്ധിയൊക്കെ പ്രയോഗിച്ച ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം വരുമെന്ന് നമുക്ക് ഈ ഒറ്റ കേസിൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇവർക്ക് കഴിവുണ്ടായിട്ടും അവര് മാനുഷികമായ രീതിയിൽ അവർ നോക്കുവാണ്. എന്തിനാ
ഇവരെ ഒഴിവാക്കണം. പകരം നമുക്ക് എന്തുകൊണ്ട് ഇവരെ യൂട്ടിലൈസ് ചെയ്തുകൂടാ മനുഷ്യ ബുദ്ധിയെ? പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ! ഈ മിസ്രൈമിലെ തടവിൽ അടിമത്തത്തിൽ കിടന്ന അവരെ ഇവിടം വരെ കൊണ്ടെത്തിക്കാമെങ്കിൽ, ഓ ഹല്ലേലൂയ! എനിക്കുള്ള ആൾക്കാരെയും എനിക്കുള്ള നന്മയും എനിക്കുള്ള പണിക്കാരെയും തരാനാണോ ഈ ദൈവത്തിന് പറ്റാത്തത്? ഹല്ലേലൂയ! പ്രിയ ദൈവമക്കളെ, പലപ്പോഴും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ അതിബുദ്ധിയുടെ ആവശ്യമില്ല അവിടെ. ഒരു ക്രിസ്ത്യാനിയാണോ നമ്മള്? വിശ്വാസിയാണോ നമ്മള്? ഹല്ലേലൂയ! യെസ് ആമേൻ. ദൈവം പറയുന്നത് യെസ് ആമേൻ ഹല്ലേലൂയ അണുവട യെസ് ആമേൻ ഹല്ലേലൂയ ഓ യെസ് ആമേൻ ഡിസ്കാർഡ് ചെയ്യാതെ അത് പരിപൂർണമായ എന്ത് പറഞ്ഞോ അങ്ങനെ തന്നെ ചെയ്യണം. ഹല്ലേലൂയ! അതിന് എന്ത് നമുക്ക് ഭൗതികമായ നന്മയുണ്ടെന്ന് പറഞ്ഞാലും എന്ത് നേട്ടമുണ്ടെന്ന് പറഞ്ഞാലും വെറും സാത്താൻ നമ്മുടെ തലയെ തോന്നിപ്പിച്ച് നമ്മളെ വലിയ കുടുക്കിലാക്കുന്നതാണെന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ! പ്രിയ ദൈവമക്കളെ, ഇത് തന്നെയല്ലേ ശിഷ്യന്മാർക്കും പറ്റിയത്? യേശു പോയപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും, ഞങ്ങൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, ഹല്ലേലൂയ എന്നുള്ള ഭൗതികമായ ചിന്താഭാരം അല്ലേ ഹല്ലേലൂയ അവരെ പിന്നെയും ഹല്ലേലൂയ മീൻ പിടിക്കാൻ വേണ്ടി ഇറക്കിച്ചത്. പ്രിയ ദൈവമക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വചനമർമ്മ ഞാനെന്ന് പറയുന്നത്. ഹല്ലേലൂയ! വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ അറിയാം മുന്നോട്ട് എങ്ങനെയാ നടത്തേണ്ടത്. അതിനകത്ത് നമ്മൾ ഹല്ലേലൂയ നമ്മുടേതായ വലിയ ഭൗതികമായ ബുദ്ധിയും അല്ലെങ്കിൽ മാനുഷികമായ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്നൊന്നും പറഞ്ഞാൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ മുന്നിൽ ദൈവത്തിനാ നമ്മളെക്കാളും ബുദ്ധി എന്നുള്ള സത്യം നമ്മൾ എപ്പോഴും അംഗീകരിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ നടത്താമെങ്കിൽ അവനറിയാം എന്താ ചെയ്യണേന്ന്. പലപ്പോഴും നമ്മുടെ ഈ തലയെ തോന്നിപ്പിക്കുന്ന ഓരോ മാനുഷിക ബുദ്ധിയുടെ പുറകിൽ പിശാച് നമ്മളെ അവൻ കൊടുക്കാനാണ് ഹല്ലേലൂയ അവന്റെ പദ്ധതി. ഹല്ലേലൂയ! ഇവിടെ അമോന്യരുടെ കാര്യം പറഞ്ഞപ്പോൾ അമോന്യർ ഇവരെ ദാൻമക്കളെ തള്ളി മുകളിലോട്ട് കയറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ അടിച്ച് ഫ്ലാറ്റാക്കി അല്ലെങ്കിൽ ആ ദേശത്ത് നിന്ന് പുറത്താക്കാനുള്ള വകുപ്പിലൂടെ അല്ലെങ്കിൽ അധികാരം കൊടുത്തിട്ട് വന്ന ഇസ്രായേൽ മക്കള് അവരെ പുറത്താക്കേണ്ടതിന് പകരം അവരെ കൊണ്ട് അതിബുദ്ധി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യിപ്പിക്കുക. ഹല്ലേലൂയ! കാരണം എന്താ സംഭവിച്ചതെന്ന് അടുത്ത രണ്ടാം അധ്യായത്തിൽ യഹോവയുടെ ദൂതൻ അവരോട് ശാസിക്കുന്ന ഒരു രീതി നമുക്ക് നോക്കുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. രണ്ടാം അധ്യായത്തിലെ വാക്യങ്ങളൊന്ന് വായിക്കാവോ? ആദ്യത്തെ 1, 2, 3 വാക്യങ്ങൾ. അനന്തരം യഹോവയുടെ ദൂതൻ യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ഗോബിലിനേക്ക് വന്ന് പറഞ്ഞത്, ഒരു മിനിറ്റ് കാണുന്നില്ല. ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എന്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എന്റെ വാക്ക് അനുസരിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് എന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്ത് മുള്ളായിരിക്കും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയായും ഇരിക്കുമെന്ന് ഞാൻ പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. മതി. ഇവിടെ ഇത് കണ്ടില്ലേ, ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ തൊഴുത്തിൽ നിന്ന് പുറത്ത് ആയാൽ നമ്മൾ എപ്പോഴും ഇടയനെ കേട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇടയനെ കേൾക്കാതെ നമ്മുടെ സ്വന്തം ആലോചനയിൽ നടന്നാൽ നമ്മൾ കേൾക്കുന്നത് സാത്താന്റെ ഐഡിയ ആയിരിക്കും. ആ ഐഡിയ നമ്മളെ ചതിക്കുന്നതായിരിക്കും, മുള്ളായി മാറും. അല്ലേ? പ്രിയ ദൈവമക്കളെ, ഇവിടെ വളരെ വ്യക്തമായി ദൈവം ഈ പഴയ നിയമത്തിലെ കാര്യമാണെങ്കിലും പുതിയ നിയമത്തെ ശിഷ്യന്മാർക്ക് പറ്റിയ കാര്യം നമ്മൾ ശരിക്കും ഒന്ന് ആഴത്തിൽ പഠിക്കുമ്പോൾ ശിഷ്യന്മാർ അത്രയും, ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞല്ലേ, ശിഷ്യന്മാരുടെ അത്രയും നമുക്ക് വചനം അറിയാവോ? ശിഷ്യന്മാരുടെ അത്രയും അത്ഭുതം നമ്മൾ കണ്ടിട്ടുണ്ടോ? ശിഷ്യന്മാരുടെ അത്രയും യേശുവിനെ അറിയാവോ നമുക്ക്? എന്നിട്ട് ശിഷ്യന്മാർ പിന്മാറ്റത്തിൽ പോയി. അപ്പോ ദൈവം നമ്മളോട് കരുണ കാണിക്കും. എപ്പോഴും നമുക്ക് ആ ഒരു പ്രാർത്ഥനാ സ്വരം ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടാകും. ദൈവമേ,
എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്. ദൈവമേ എന്നെ നിർത്തണമേ, എന്നെ സഹായിക്കണമേ, എനിക്ക് ബോധം നൽകണമേ, എനിക്ക് പരിജ്ഞാനത്തിൽ എന്നെ നിർത്തണമേ, ആ ഒരു ഹൃദയക്കണ്ണുകൾ എപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണമേ, അങ്ങാകുന്ന ആ ഇടയനെ ശരിക്കും കേട്ട് ഫോളോ ചെയ്യാൻ സഹായിക്കണമേ. ഒരു കാരണവശാലും ഞാൻ എൻ്റെ ബുദ്ധിമണ്ഡലത്തിലോ എൻ്റെ ജഡത്തിൻ്റെ ചിന്തയോ ആശ്രയിക്കാനോ അത് കേൾക്കുവാനോ ഇടവരുത്തില്ലേ. സാത്താനെ മാറ്റി നിർത്തിക്കോണം. ഒരു കാരണവശാലും സാത്താൻ അനുവദിക്കരുത്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ കുടഞ്ഞു കളയണം. ഒരു കാരണവശാലും ആ താക്കോൽ ഉപയോഗിച്ച് ആ ദുഷ്ടപിശാചിനെ ബന്ധിച്ച് പുറത്താക്കിക്കോണം, കെട്ടിയിട്ടോണം. ഒരു കാരണവശാലും ഒരു മേഖലകളിൽ, നമ്മുടെ ഒരു പ്രവർത്തന മണ്ഡലങ്ങളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളിലോ കുഞ്ഞുങ്ങളുടെ കുടുംബകാര്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു മേഖലകളിലും സാത്താൻ അവിടെ അനുവാദം കൊടുക്കരുത്. രാവിലെ തന്നെ ഈ കാര്യം റെഡിയാക്കി വെച്ചേക്കണം. പ്രാർത്ഥന, അതുകൊണ്ട് ഈ രാവിലെയൊക്കെ എഴുന്നേലുള്ള പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. ദുഷ്ടപിശാചിനെ മാറ്റിക്കൊണ്ട് തന്നെ എത്തണം. പിന്നെ ഈ തത്വത്തിൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് കറക്റ്റ് ആയിരിക്കണം. നമുക്ക് നല്ല ബുദ്ധി എന്നൊക്കെ തോന്നും. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ദൂതൻ വന്ന് പറയുന്ന ഒരു വലിയൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അതായത് ഇവര് നോക്കുന്ന എന്താ, ഇസ്രായേൽ മക്കൾ ഇത്രയും ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളുണ്ട്, ഇവര് ജസ്റ്റ് എൻ്റെ ഒരു അടിമകളായിട്ട് നിന്ന എൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ, അവരങ്ങനെ ഇരിക്കട്ടെ എന്ന് അവർ വിചാരിക്കുന്നുള്ളൂ. അവരതിനകത്ത് ഒരു പ്രശ്നവും കാണുന്നില്ല. പക്ഷേ ഇവിടെ ദൂതം എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം പൊങ്ങി വരുന്നത്. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയായും ഇരിക്കും എന്ന് ഞാൻ പറയുന്നു. പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഭൗതികമായി നമുക്ക് കാണാൻ പറ്റാത്ത ചില ആത്മീയ പോയിന്റ്സ് ഉണ്ട്, സാത്താനികമായ തന്ത്രങ്ങളുണ്ട്. നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് ഭൗതികമായ ചിലപ്പോൾ അതിനകത്ത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടൂല. പക്ഷേ അതിൻ്റെ പുറകിൽ സാത്താന്യമായ കുടുക്കുകൾ, കെണികൾ, തട്ടിപ്പുകൾ, ദുഷ്ടപിശാചിന്റെ ഓരോ അന്ധകാര ശക്തിയുടെ സിസ്റ്റങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയണം ഒഴിവാക്കതിനെ, അല്ലെങ്കിൽ അതുമായിട്ട് ഒരു കോംപ്രമൈസും വേണ്ട, അവോയ്ഡ് ഇറ്റ്, ടോട്ടലി അവോയ്ഡ് ഇറ്റ്. അത് തരുന്ന ഒരു ലാഭവും വേണ്ട എന്ന് പറയുന്ന കാരണം എന്നാണെന്നറിയാമോ? അതിന്റെ പുറകിൽ ഓരോ ദേവന്റെ കെണിയുണ്ട്, ഓരോ അന്ധകാര ശക്തിയുടെ പരിപാടിയുണ്ട്. ഹല്ലേലൂയ. അത് അവര് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് ചിന്തിച്ചിട്ടൊന്നും കാണാത്ത കാര്യം ദൂതം വന്നിട്ട് ഒട്ടനെ പറയുന്ന അവന്റെ ദേവന അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവര് ശരിക്കും അടിമകളാണ് അവരുടെ. ശരിയാണ്, അവിടെ എല്ലാവരും വെസ്റ്റ് അടിമയായിട്ട് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ആ അടിമയായിട്ട് ഉപയോഗിക്കാൻ അവിടെ വ്യവസ്ഥ ഇല്ല. ഒഴിവാക്കാൻ പറഞ്ഞ് ഒഴിവാക്കണം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ രാജകീയമായി ഏറ്റവും മനോഹരമായിട്ടൊരു ഒരു ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശമല്ലേ അവർക്ക് കൊടുത്തത്. ഈ ചില അഡ്ജസ്റ്റ്മെന്റ്, ഈ ചില ഒരു 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 മാനുഷിക ബുദ്ധി അവർക്ക് എത്ര 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 നഷ്ടമുണ്ടാക്കി. നമുക്കറിയാമല്ലോ അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ. അത് എത്രയോ വർഷങ്ങൾ അതിനുശേഷം പോയി. അതിനുശേഷം പിന്നെ ദാവീദിന്റെ കാലത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെയാണ് പിന്നെയും വന്ന ഉള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ പിന്നെയും അവര് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് പോയി. ഒരു കാര്യം ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഒരു കമ്മീഷൻ, ഒരു മിഷൻ ഏൽപ്പിച്ച് നമ്മളെ ഒരു രീതിയിലോട്ട് ഇറക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ തൊഴുത്തിലായിരിക്കുമ്പോൾ തന്നെ അവന്റെ വാക്കുകൾ കേൾക്കണം. എന്നിട്ട് തൊഴുത്തിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഒരു കമ്മീഷനിലാണെങ്കിൽ തന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കരുത്. അതാണ് ഫസ്റ്റ് കേസ്. പകരം ദൈവം എന്ത് പറയും, അവനാ ഇടയൻ, അവൻ മുന്നേ പോണം, ആട് പിന്നെ പോണം. അല്ലെങ്കിൽ ഓരോ ഐഡിയ എടുത്തിട്ട് നമ്മൾ എന്നിട്ട് ദൈവത്തെ കൂട്ടുവിളിക്കുന്ന പരിപാടി അല്ല. ഇടയനോട് ചോദിച്ചിട്ട് മാത്രം ഇടയൻ എന്ത് പറയുന്നോ അതിൻ്റെ വാലയെ പോയാൽ കാര്യങ്ങൾ നടക്കും. അതല്ല നമ്മൾ ഇതുപോലത്തെ വലിയ ബുദ്ധി പ്രയോഗിച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങൾ പറ്റും. അല്ലേ? അത് പുതിയ നിയമത്തിലും അതെ, പഴയ നിയമത്തിലും അതെ. അതുകൊണ്ടാണ് പത്രോസിനോട് അവസാനം പറഞ്ഞത്, ജസ്റ്റ് ഫോളോ മീ. നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് പല പല കാര്യങ്ങളുണ്ടല്ലോ. അമ്മേ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ അവസാനം ആ പത്രോസ് തന്നെ ഹൃദയം ശരിക്കും വേദനിച്ചിട്ട്, നിനക്ക് അറ്റ്ലീസ്റ്റ് എന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പത്രോസ് ശരിക്കും തകർന്നു പോയത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും സ്നേഹത്തിന്റെ സിസ്റ്റമാണ്. ദൈവത്തെ കൂട്ടി യോജിപ്പിക്കുന്ന സ്നേഹത്തിന്റെ സിസ്റ്റം.
ആ സ്നേഹം നമ്മളിൽ യഥാർത്ഥമായി വർക്കൗട്ട് ആവണം. അതിനുവേണ്ടി യഥാർത്ഥമായി നമ്മുടെ സ്പിരിറ്റ് യേശുവിൻ്റെ കൊടുത്തിട്ട് യേശുവിൻ്റെ സ്പിരിറ്റ് നമ്മുടെ വരുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിനോടും ഒരു സ്നേഹം തോന്നുള്ളൂ. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് അതായത് നമ്മുടെ സ്പിരിറ്റിനെ യേശുവിൻ്റെ ശരിക്കും കൊടുത്താൽ യേശുവിൻ്റെ സ്പിരിറ്റ് നമ്മളിൽ വരും. നമുക്ക് അറിയാൻ പറ്റും അത്. ആ സമയം മുതൽ നമുക്കൊരു സമാധാനവും ഒരു സ്നേഹവും കാര്യത്തിലൂടെ വെറുപ്പൊക്കെ മാറി ഒരു പ്രത്യേക ഒരു പീസ്ഫുൾ ഫീലിംഗ് വരും. അതിനുശേഷം ഹല്ലേലൂയ ആ യേശുവപ്പനെ ഫോളോ ചെയ്യാനുള്ള റെഡിനെസ്സോടുകൂടെ ഞാൻ ശരിക്കും എൻ്റെ ലൈഫ് ഇതാണ്, യേശു എന്നോട് പറഞ്ഞു തരും, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകണ്ടേ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളിൽ എടുക്കുകയും അതനുസരിച്ച് യേശുവിനെ കേൾക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ ക്രിസ്ത്യൻ ലൈഫ്. അതല്ല അതിനകത്ത് നമ്മൾ മാനുഷികമായ പല ഓപ്ഷൻസ് കാണുകയും അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ പല കാൽക്കുലേഷൻ നടത്തുകയും അതൊക്കെ പടപടപടാന്ന് ഫെയിലാവുകയും അത് മൊത്തം പാപത്തിലോ പ്രശ്നത്തിലോ അകപ്പെടുകയും ചെയ്യും. പ്രിയദൈവമക്കളെ, പരിശുദ്ധാത്മാവ് എന്ന് വ്യക്തമായ കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. അവൻ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. പ്രിയദൈവമക്കളെ, നമുക്ക് അവൻ്റെ ശബ്ദം അറിഞ്ഞ് ക്രിസ്ത്യൻ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവനെ അനുഗമിക്കാം. അങ്ങനെ നമ്മുടെ ഈ ഭൂമിയിലെ ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.